നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കുടകിലെ തടിയന്റെ മോൾ മലനിരകളിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതി ശരണ്യ സുരക്ഷിതയായി നാദാപുരത്തെ വീട്ടിലെത്തി. 3 പകലും 2 രാത്രിയും നീണ്ടുനിന്ന ആശങ്കകൾക്കൊടുവിൽ മാതാപിതാക്കളെ തിരികെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ശരണ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ കണ്ടെത്താൻ പരിശ്രമിച്ച രക്ഷാപ്രവർത്തകർക്കും പ്രാർത്ഥിച്ചവർക്കും ശരണ്യ നന്ദി അറിയിച്ചു. വഴിതെറ്റിയെന്ന് മനസ്സിലായ നിമിഷം തന്നെ തിരിച്ചു കയറാൻ ശ്രമിക്കാത്തത് വലിയ അബദ്ധമായെന്ന് ശരണ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാട്ടിലെ അരുവിയിൽ നിന്നുള്ള വെള്ളം കുടിച്ചാണ് ദാഹം തീർത്തത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഭയപ്പെടുത്തിയെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഈ അനുഭവം ട്രക്കിങ്ങിനോടുള്ള താല്പര്യം കുറച്ചിട്ടില്ലെന്നും ശരണ്യ വ്യക്തമാക്കി. വേനൽ ചൂട് അവസാനിച്ചതിന് ശേഷം വീണ്ടും പുതിയ യാത്രകൾ പോകാനാണ് പ്ലാൻ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഏതു പക്ഷത്താണെന്ന് ഉടൻ വ്യക്തമാകും. സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ചിൽ ചൊവ്വാഴ്ച വാദം ആരംഭിക്കുമ്പോൾ യുവതീ പ്രവേശത്തെ എതിർക്കുന്നവരുടെ അഭിഭാഷകർ ജഡ്ജിമാരുടെ വലതുഭാഗത്തായി പരാതിക്കാരുടെ സ്ഥാനത്ത് നിലയുറപ്പിക്കും. ദേവസ്വം ബോർഡും അതിനൊപ്പമുണ്ടാകും. എന്നാൽ യുവതീ പ്രവേശം അനുവദിക്കണമെന്ന മുൻ നിലപാട് മയപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇനി എവിടെ നിൽക്കുമെന്ന് വരും ദിനങ്ങളിൽ കാണാം. വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ വാദങ്ങൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിനു മുൻപാകെ 7 മുതൽ 9 വരെ നടക്കും. വിധിയെ അനുകൂലിക്കുന്നവരുടേത് 14 മുതൽ 16 വരെയും. കേരളം വോട്ടെടുപ്പിന്റെ ചൂടിൽ നിൽക്കെ സംസ്ഥാന സർക്കാർ ഇതിൽ ഏതു ഭാഗത്തിനൊപ്പം ചേരുമെന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. മണലൂരിലും മാടനാപ്പള്ളിയിലും BJP കിറ്റ് വിതരണം ചെയ്തുവെന്നാരോപിച്ച് കലാപത്തിന് ഒരുങ്ങിയ TN പ്രതാപന്റെ വാദമുഖങ്ങൾ പൊളിച്ചടുക്കിയത് CCTV ദൃശ്യങ്ങൾ. വാടനപ്പള്ളിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വോട്ട് പിടിക്കാനായി കിറ്റുകൾ കൂട്ടിവെച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചാണ് TN പ്രതാപന്റെ നേതൃത്വത്തിൽ ഈ സൂപ്പർ മാർക്കറ്റ് ഉപരോധിച്ചത്. നടൻ ദേവൻ ഇവിടെ വന്നിട്ടുള്ളത് കിറ്റ് വിതരണം ചെയ്യാനാണെന്നും ആരോപിച്ച് TN പ്രതാപന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും പിന്നാലെ വന്ന CPM-ഉം സൂപ്പർ മാർക്കറ്റ് ഉപരോധിച്ചു. ഇത് പ്രകാരം കേന്ദ്രസേന വരെ ക്രമസമാധാന പാലനത്തിന് രംഗത്തെത്തി. സൂപ്പർ മാർക്കറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നടൻ ദേവൻ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ലെന്ന് മനസ്സിലായി. സൂപ്പർ മാർക്കറ്റ് ഉടമ സുഹൃത്തായതിനാൽ ദേവൻ ആ വഴി അദ്ദേഹത്തെ കാണാൻ വന്നതേയുള്ളൂ എന്ന് മനസ്സിലായതോടെ TN പ്രതാപനെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ദേവനെ അറസ്റ്റ് ചെയ്യാതെ വിട്ടു. ഇതോടെ TN പ്രതാപന്റെ കിറ്റ് വിവാദം പൊളിഞ്ഞു. TN പ്രതാപൻ മണലൂരിലും വാടനാപ്പള്ളിയിലും BJP കിറ്റ് വിതരണം ചെയ്തുവെന്ന് ആരോപിച്ചതിനെ കുറിച്ച് ചോദ്യങ്ങളുമായി സുരേഷ് ഗോപിയെ സമീപിച്ച മാധ്യമപ്രവർത്തകർക്ക് കണക്കിന് കിട്ടി. എന്തുകൊണ്ട് കേസെടുത്തില്ല? അതിൽ സത്യമില്ലാത്തതുകൊണ്ട്, അതിൽ ഫ്രോഡ് ഉള്ളതുകൊണ്ട് കേസെടുത്തില്ല. അല്ല, ഭരണം നിങ്ങളുടേതല്ലേ, കേസെടുക്കാൻ പറയൂ, സുരേഷ് ഗോപി പറഞ്ഞു. കോൺഗ്രസ് അവിടെ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ലോക്കൽ പോലീസിനോട് ചോദിക്കൂ, അവിടെ കോടതി ഉണ്ടെങ്കിൽ കോടതിയോട് ചോദിക്കൂ, എന്നെ കുറെ കാലമായി നിങ്ങൾ കേസെടുത്ത് നോക്കിയല്ലോ അല്ലേ, സുരേഷ് ഗോപി ചോദിച്ചു. ഇതിന് മാധ്യമപ്രവർത്തകർക്ക് മറുപടിയില്ലായിരുന്നു. ഗുരുവായൂർ സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ വർഗീയത പറയുന്നുവെന്നാരോപിച്ചാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അബൂബക്കറും മുസ്ലിം ലീഗുമെല്ലാം ഗുരുവായൂർ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയത്. കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ നിലകൊള്ളുന്ന 45% ഹിന്ദു വോട്ടർമാരുള്ള ഗുരുവായൂർ നിരോജക മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഹിന്ദു സമുദായത്തിൽ നിന്നും ഒരു MLA എത്തുന്നില്ല എന്ന് ചോദിച്ചതിനാണ് ഗോപാലകൃഷ്ണനെ ലീഗും CPM-ഉം വറുത്തത്. എന്നാൽ ഇപ്പോൾ വനിതാ ലീഗ് നേതാവ് ആയിഷ ഫർസാന നടത്തിയ പച്ചവർഗീയ പ്രസ്താവന മതേതരമാണോ എന്നാണ് BJP ചോദിക്കുന്നത്. ഒന്നിച്ചു നിൽക്കാത്ത ഒരു വിഭാഗത്തിനും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ലെന്നും ഭിന്നിച്ചു പോകാതെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ സമുദായത്തിന് നേട്ടങ്ങൾ കൈവരിക്കാനാകൂ. ഇതായിരുന്നു വനിതാ ലീഗ് നേതാവ് ആയിഷ ഫർസാനയുടെ പ്രസ്താവന. ഈ വർഗീയമായ പരാമർശത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് BJP-യും LDF-ഉം. പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട സ്വദേശിയായ ആരോമൽ ഭാര്യ വീടിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. 7 മാസം ഗർഭിണിയായ കാമുകിയെ ഇയാൾ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിനെ തുടർന്നാണ് ഭാര്യ പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയത്. നാട്ടുകാർ KSEB-യിൽ വിവരമറിയിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ഭർത്താവിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് വീട്ടു വിട്ടിറങ്ങിയ ഭാര്യ ഇയാൾക്കൊപ്പം പോകാൻ തയ്യാറായിട്ടില്ല. കാമുകിയെ വീട്ടിൽ താമസിപ്പിച്ചതിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടായതിനാൽ ഇനി തിരികെ പോകില്ലെന്നും ഭാര്യയും വ്യക്തമാക്കി. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ട് എത്തിച്ചെന്ന് കരുതുന്ന പണമടക്കം 651.51 കോടിയുടെ സാധനങ്ങൾ പിടിച്ചു. കേരളത്തിൽ പണമായി 8 കോടിയടക്കം 58 കോടിയുടെ സാധനങ്ങൾ പിടിച്ചു. ഫെബ്രുവരി 26 മുതൽ നടത്തിയ റെയ്ഡുകളിലാണ് പണം, മദ്യം, മയക്കുമരുന്ന്, സ്വർണം അടക്കം പിടിച്ചെടുത്തത്. കേരളത്തിൽ പിടിച്ചെടുത്ത പണം 8 കോടി, മദ്യം 64,862 ലിറ്റർ,
ഏകദേശം 2 കോടി രൂപയുടേത്, മയക്കുമരുന്ന് 41 കോടി, അമൂല്യ വസ്തുക്കൾ 1 കോടി, മറ്റ് സൗജന്യങ്ങൾ 5 കോടി. കേന്ദ്ര സർക്കാരിന്റെ PM E-Drive പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 335 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുക്കും. 209 സ്ഥലങ്ങളിലാണ് ഇവ ഒരുക്കുന്നത്. ഇതിനുള്ള കേന്ദ്രാനുമതി നോഡൽ ഏജൻസിയായ KSEBക്ക് ലഭിച്ചു. 63.12 കോടിയുടെ ഗ്രാന്റിനും അനുമതിയായി. KSEBയുടെ 63 ഫാസ്റ്റ് ചാർജിംഗ് കേന്ദ്രങ്ങളടക്കം PM E-Driveന്റെ ഭാഗമായി നവീകരിക്കും. നിലവിൽ എല്ലാ EVകളും KSEBയുടെ സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യാനാവില്ല. ഈ പ്രതിസന്ധിയും നവീകരണത്തോടെ ഇല്ലാതാകും. നാട് പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബേപ്പൂർ തീരത്ത് കേന്ദ്രമന്ത്രി അമിത് ഷാ നടത്തിയ റോഡ് ഷോ NDA ക്യാമ്പിൽ ആവേശ തിരമാലകൾ തീർത്തു. മന്ത്രി PA മുഹമ്മദ് റിയാസും PV അൻവറുമായി ശക്തമായ ത്രികോണ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന NDA സ്ഥാനാർത്ഥിയും BJP സിറ്റി ജില്ലാ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് 32 മിനിറ്റ് ദൈർഘ്യമുള്ള റോഡ് ഷോയ്ക്ക് അമിത് ഷാ എത്തിയത്. മലബാറിൽ അദ്ദേഹത്തിന്റെ ഒരേ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഇത്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വടക്കേ അറ്റത്തുള്ള മാത്തോട്ടം വിജിത്ത് അങ്ങാടി മുതൽ 1 കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് നടുവട്ടം പാൽ കമ്പനി വരെയായിരുന്നു റോഡ് ഷോ. മുതിർന്ന നേതാക്കളായ MT രമേശ്, KP ശ്രീശൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി M സുരേഷ് എന്നിവരും അമിത് ഷായ്ക്കും സ്ഥാനാർത്ഥികൾക്കുമൊപ്പം രഥത്തിലുണ്ടായിരുന്നു. ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ കോടതിയെ സമീപിച്ചേക്കാം. 3 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ച രഞ്ജിത്തിനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരികെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതുകൂടെ കണക്കിലെടുത്തും രഞ്ജിത്തിന്റെ ആരോഗ്യനില പരിഗണിച്ചും ജാമ്യം നൽകണമെന്നാവശ്യപ്പെടാനാണ് തീരുമാനം. ഇന്നലെ രഞ്ജിത്തുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുറ്റകൃത്യം നടത്തിയ ഫോർട്ട് കൊച്ചിയിലെ സിനിമാ സെറ്റിലും നടിയുടെ മൊഴിയിൽ പറഞ്ഞ കാരവാനിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. 3 ദിവസമായി ജയിലിൽ കഴിയുന്ന രഞ്ജിത്തിന്റെ റിമാൻഡ് അടുത്ത ആഴ്ച വരെ നീട്ടി. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് രഞ്ജിത്ത് പോലീസിന് മുന്നിൽ ആവർത്തിച്ചു. സിനിമാ സെറ്റിൽ സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന യുവനടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും മെയ് 31 വരെ നിർത്തിവെച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. ന്യൂഡൽഹി ടെൽ അവീവ് റൂട്ടിലെ വിമാന സർവീസുകളാണ് നിർത്തലാക്കിയത്. ടെൽ അവീവ് റൂട്ടിലെ മിക്ക മുൻനിര വിമാന കമ്പനികളും സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ അൽ ഇസ്ഹ എയർ, അൽഹിയ, എയർ ഹൈഫ് തുടങ്ങിയ ഇസ്രായേലി വിമാന കമ്പനികൾ മാത്രമാണ് കടുത്ത നിയന്ത്രണങ്ങളോടെ സർവീസ് നടത്തുന്നത്. ആസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 4 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യ റിനിക്കി ഭൂയാൻ ശർമ്മയ്ക്ക് 3 വിദേശ പാസ്പോർട്ടുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് പവൻ ഖേര വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ പവൻ ഖേരയുടെ അവസാനത്തെ നുണ ആരോപണമായിരിക്കും ഇതെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ മറുപടി നൽകി. ഭാര്യ റിൻകി ഭൂയാൻ ശർമ്മയ്ക്ക് UAE, ഈജിപ്ത്, ആന്റിഗ്വ, ബാർബുഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ടുകൾ ഉണ്ടെന്നായിരുന്നു ഖേരയുടെ അവകാശവാദം. പവൻ ഖേര വാർത്താ സമ്മേളനത്തിൽ കാണിച്ച പാസ്പോർട്ടുകൾ വ്യാജമാണെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അസം BJPയും പറഞ്ഞു. ഇവ യഥാർത്ഥ രേഖകളല്ലെന്ന് കാണിക്കുന്ന നിരവധി തെളിവുകളും അവർ ചൂണ്ടിക്കാട്ടി. ഡൽഹി പോലീസ്, മുംബൈ പോലീസ് ആന്റി ടെററിസം സ്ക്വാഡുമായി സഹകരിച്ച് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹി ഒരു വലിയ ഭീകരാക്രമണ പദ്ധതി പരാജയപ്പെടുത്തി. മൊസാബ് അഹമ്മദ് എന്ന കലാം, മുഹമ്മദ് ഹമദ് കൽറ എന്നീ ഭീകരരെ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് അറസ്റ്റ് ചെയ്തത്. ഡൽഹി നഗരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്താൻ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രതികൾ കളിപ്പാട്ട കാർ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി ഡൽഹി പോലീസ് പറഞ്ഞു. തകർന്ന US യുദ്ധവിമാനത്തിലെ പൈലറ്റ് ഇറാൻ സേനയുടെ കണ്ണുവെട്ടിച്ച് 48 മണിക്കൂറോളം ഒളിച്ചിരുന്നത് 7000 അടി ഉയരമുള്ള സാഗ്രോസ് പർവ്വത മേഖലയിലെ ഒരു വിടവിൽ. പ്രദേശവാസികൾക്ക് ഇനാം പ്രഖ്യാപിച്ച് പൈലറ്റിനെ ജീവനോടെ പിടിക്കാൻ ഇറാന്റെ തീവ്ര ശ്രമം. അതിനിടെ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനങ്ങളിലൂടെ അമേരിക്ക പൈലറ്റിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞു. തുടർന്ന് നടത്തിയത് അതിസാഹസികമായ രക്ഷാദൌത്യം. ഇറാൻ വീഴ്ത്തിയ F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനത്തിന്റെ പൈലറ്റിനെ അവരുടെ മണ്ണിൽ നിന്ന് രക്ഷിച്ച് US-ന് ഒടുവിൽ ആശ്വാസം. തിങ്കളാഴ്ച പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ 1ലധികം വ്യോമാക്രമണങ്ങൾ നടന്നു. രാത്രി മുഴുവൻ സ്ഫോടനങ്ങൾ കേട്ട് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാന് ചൊവ്വാഴ്ച സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നരകം നേരിടേണ്ടി വരും. ഇറാനിയൻ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും US ലക്ഷ്യമിടുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു സ്ത്രീ 4 ഒരുപോലെയുള്ള പെൺകുട്ടികൾക്ക് ജന്മം നൽകി. റഷ്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസാധാരണമാംവിധം അപൂർവമായ ഒരു മെഡിക്കൽ സംഭവമാണിത്. ഈ ജനനം ആഗോള വൈദ്യശാസ്ത്ര സമൂഹത്തിൽ നിന്ന് ഗണ്യമായ ശ്രദ്ധ ആകർഷിച്ചു.
സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഓരോ 15.5 ദശലക്ഷം ഗർഭധാരണങ്ങളിലും ഏകദേശം 1 എന്ന തോതിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 4 നവജാത ശിശുക്കൾക്കും 1360 ഗ്രാം, 1400 ഗ്രാം, 1570 ഗ്രാം, 1640 ഗ്രാം എന്നിങ്ങനെ തൂക്കമുണ്ടായിരുന്നു. ജനനസമയത്ത് 37 സെന്റിമീറ്ററിനും 41 സെന്റിമീറ്ററിനും ഇടയിൽ നീളമുണ്ടായിരുന്നു. പ്രസവശേഷം 4 കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം സ്ഥിരമാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.